പിന്നെ ഞാനിതൊരു ഓൺലൈൻ പർച്ചേസായി വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് ഇതന്നെ ഒരു പരിപാടി എന്ന്. അല്ല കേട്ടോ, ഇപ്രാവശ്യം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതല്ല, നമ്മുടെ നക്ഷുമോന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്താണ്. അജിയോ എന്നാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുട്ടികളെ ടീഷർട്ടും ട്രൗസറും അടങ്ങുന്ന ഒരു 3 പീസിൻ്റെ കോംബോ സെറ്റാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അറൗണ്ട് ഒരു 450 550 ഉള്ളിൽ ഇതിന് റേറ്റ് വരുന്നുണ്ട്. കൂടാതെ ഒരു 99 റുപ്പീസ് ഇവർക്ക് ഡെലിവറി ചാർജും, ഇനി ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ ഒരു 45 റുപ്പീസ് അഡീഷണൽ പേയ്മെൻറ്റും വരുന്നുണ്ട്. ഞാൻ ഓൺലൈൻ പർച്ചേസാണ് ചെയ്തിരുന്നത് കേട്ടോ. നമ്മുടെ ഫ്ലിപ്കാർട്ടിലും മീഷോയിലൊക്കെ ജസ്റ്റ് 7 റുപ്പീസേ ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ അഡീഷണൽ വരുന്നുള്ളൂ. ഈ സെയിം ഐറ്റം തന്നെ ഞാൻ മീഷോയിലും ഫ്ലിപ്കാർട്ടിലൊക്കെ കണ്ടിരുന്നു. പക്ഷേ ഞാൻ ഒന്നുകൂടി ക്വാളിറ്റി പ്രതീക്ഷയാണ് അജിയോ ഒന്ന് ഓർഡർ ചെയ്തോട്ട്. പക്ഷേ എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റി എന്ന് പറഞ്ഞ പോലെ എൻ്റെ എക്സ്പെക്റ്റേഷൻ നേരെ വിപരീതമായിട്ടുള്ള ഐറ്റമാണ് എനിക്ക് കയ്യിൽ കിട്ടിയത്. ഈ റെഡ് ടീഷർട്ടൊക്കെ ഇല്ലേ, ഒരു പൊടി പിടിച്ച പോലെയായിരുന്നു. അതുപോലെ തന്നെ ഞാനൊരു ഹുഡീസ് ടൈപ്പ് ടീഷർട്ടാണ് അതിൽ ഫോട്ടോസിലൊക്കെ കണ്ടത്. പക്ഷേ എനിക്ക് വന്നത് ഭയങ്കര തിന്നായിട്ടുള്ളൊരു മെറ്റീരിയലായിരുന്നു കേട്ടോ. മെറ്റീരിയലിനൊന്നും ഒട്ടും ക്വാളിറ്റി ഇല്ല. ട്രൗസേഴ്സൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ടീഷർട്ടൊന്നും നമ്മൾ പ്രതീക്ഷ ഒരു ക്വാളിറ്റിയോ കാര്യങ്ങളോ ഇല്ല. ഭയങ്കര തിന്നായിട്ടായിരുന്നു മെറ്റീരിയൽ ഉണ്ടായിരുന്നത്. പിന്നെ 1-2 വട്ടം കഴുകി കഴിഞ്ഞാൽ പിന്നെ ഇത് അത്രയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. വന്നതിൽ 3 എണ്ണത്തിൽ എനിക്ക് ഇഷ്ടമായത് ഈ ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ. ഈ വൈറ്റും ഈ ഒരു പൈനാപ്പിൾ പ്രിൻ്റ് ആയിട്ടുള്ളത്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ മെറ്റീരിയലൊക്കെ ഭയങ്കര തിന്നായിരുന്നു. ഇങ്ങനെ ഒരു ട്രാൻസ്പെറൻറ്റ് പോലത്തെ ഒരു മെറ്റീരിയലായിരുന്നു. നമ്മുടെ ഇന്നർ ബനിയനൊക്കെ ഉണ്ടാവില്ലേ, ആ ഒരു സെയിം ക്വാളിറ്റി ഇതിനുള്ളൂ. അത് നമുക്ക് ഫംഗ്ഷൻസിനും കാര്യങ്ങൾക്കൊന്നും മക്കൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റില്ല. ജസ്റ്റൊക്കെ ഒന്ന് പുറത്ത് പോകുമ്പോഴൊക്കെ ഇട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് വീട്ടിലൊക്കെ ഇട്ട് കൊടുക്കാം. അതിന് പറ്റിയ പ്രൊഡക്റ്റാണ് കേട്ടോ. പിന്നെ ഇത്രയും കുറവിൽ ഈ ഒരു 3 എണ്ണമൊക്കെ കിട്ടുമ്പോൾ ഏകദേശം ഈ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ പ്രതീക്ഷ മതിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇതാണ് കേട്ടോ 3ാമത്തെ ഐറ്റം. ഇത് ഇത്തിരി വലിപ്പം കൂടുതലായിരുന്നേ, ഈ വൈറ്റും ബ്ലൂവും. ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ ഇതൊന്നും കൂടി നമുക്കൊരു ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെയാണ്. നമുക്കതിന് ഫോട്ടോ കണ്ടിട്ടൊന്നും ട്രസ്റ്റ് ചെയ്യാനോ കാര്യങ്ങളോ പറ്റില്ല. നമുക്ക് കയ്യിൽ കിട്ടിയാൽ തന്നെയാണ് ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് എന്താണെന്ന് പറയാൻ പറ്റൂ. പിന്നെ ട്രൗസേഴ്സൊക്കെ നമുക്ക് വേറെയും ടീഷർട്ടിലേക്കൊക്കെ പെയർ ചെയ്യാൻ പറ്റൂ കേട്ടോ. എന്തായാലും ഇങ്ങനത്തെ ഒരു പണി ഇതാദ്യമായിട്ടാണ്. കിട്ടുന്ന ഐറ്റം ടൈറ്റ് ആവുക അങ്ങനെയൊക്കെ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ഇത്രയും മോശമായിട്ടൊരു ഐറ്റം ആദ്യമായിട്ടാണ് കയ്യിൽ കിട്ടുന്നത്. എനിക്ക് പറയാനുള്ളവരെ ഡെലിവറി ചാർജ് അതുപോലെ ഇവർ മേടിക്കുന്ന എക്സ്ട്രാ പേയ്മെൻറ്റൊക്കെ ഇച്ചിരി കൂടുതലാണ്. പക്ഷേ അതിനുള്ളൊരു പ്രൊഡക്റ്റോ കാര്യങ്ങളോ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും ഓക്കെ, ബൈ.